നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളും സർക്കാരുമായുള്ള അകലം കുറയുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് പ്രകടനമായി എത്തിയ LDF നേതാക്കളെ പോലീസ് തടഞ്ഞു. പൊതുമുതൽ നശീകരണം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്. ലാൽ മാത്യു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുകയെന്നതാണ് ജനസമ്പർക്ക പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പത്തനംതിട്ടയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയുടെ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. 4903 പരാതികളാണ് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കായി നേരത്തെ ലഭിച്ചത്. അതിൽ 454 പരാതികൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പ് കൽപ്പിച്ചത്. കൂടാതെ പുതിയ പരാതികളും മുഖ്യമന്ത്രി നേരിട്ട് പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ചു. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതിയിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ കൂടി ഉൾപ്പെടുത്തി ജനോപകാരപ്രദമായ നടപടികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പരിപാടിയുടെ പ്രാധാന്യം അത് ചെറുതൊക്കെ ലഭിച്ചിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണം ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും അതിനിങ്ങനെ ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. ഈ പരിപാടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ പരിഹരിക്കുന്ന പരിപാടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ നിന്നും പരാതിക്കാരിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം ജനങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കാര്യക്ഷമമായ സേവനം കിട്ടണം. അത് കൊടുക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു, ഉദ്യോഗസ്ഥർ തയ്യാറാണ്. പക്ഷേ അതിനുള്ള നിയമങ്ങളില്ല, ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. ആ ചട്ടങ്ങളും നിയമങ്ങളും മാറ്റാതെ എത്ര ന്യായമാണെങ്കിലും ഉദ്യോഗസ്ഥർക്കോ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും മാറ്റം ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ സാധാരണ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരെ കുറ്റം പറയും, ഉദ്യോഗസ്ഥരുടെ കുറ്റമാണ്, അവരുടെ കുഴപ്പമാണ്. ചട്ടങ്ങൾ എഴുതിവെച്ചിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉദ്യോഗസ്ഥരെ കുറ്റം കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ സമ്പർക്ക പരിപാടി 14 ജില്ലകളിലും പോയി കഴിഞ്ഞാൽ 6 ജില്ലകളിൽ ഞാൻ റിവ്യൂവിന് പോയി. ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ പരിശോധിച്ച പരാതികളിൽ എല്ലാ പരാതിയും ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ന്യായമെന്ന് തോന്നിയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി നടന്ന റിവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ 45 പുതിയ സർക്കാർ ഉത്തരവുകൾ ഇറക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, കളക്ടർ പ്രണബ് ജ്യോതിനാഥ്, ADM H സലിംരാജ് എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട LDF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തടയുമെന്ന LDF പ്രഖ്യാപനത്തെ തുടർന്ന് വൻ പോലീസ് സന്നാഹമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിക്ക് എത്തുന്നത് തടയുമെന്ന് LDF ജില്ലാ കമ്മിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടന്നത്. അവിടേക്ക് പോകാനായി പ്രകടനമായി എത്തിയ LDF നേതാക്കളെ സെന്റ് സ്റ്റീഫൻസ് ജംഗ്ഷനിലെ റിംഗ് റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു.
ബാരിക്കേഡ് തള്ളിയിടാനും ചാടിക്കടക്കാനും ശ്രമിച്ച LDF പ്രവർത്തകരെ മാത്യു ടി തോമസ് MLAയുടെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളെത്തി തടയുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധയോഗം മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ചുരുളഴിയാൻ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരെയുമാണ് എന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ പോലീസ് എത്തി നിൽക്കുക. തട്ടിപ്പ് മാത്രമല്ല, ഏതെല്ലാം തരത്തിലുള്ള നാടകങ്ങൾ ഇപ്പൊ കണ്ണൂരിലെ ഈ പറയപ്പെടുന്ന ഒരു കല്യാണിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. കേരളത്തിന്റെ മുൻ ആഭ്യന്തര മുഖ്യമന്ത്രി സഖാവ് കോടിയേരി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയോടൊപ്പം ഗൺമാൻ സീറ്റിൽ കയറി യാത്ര ചെയ്തിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സിദ്ദിഖിനെ ചോദ്യം ചെയ്താൽ ഈ കല്ല് എവിടെ നിന്ന് വന്നു, എങ്ങനെ പോയി, എങ്ങോട്ട് പോയി, എവിടെ എത്തി എന്ന വിവരങ്ങൾ മുഴുവൻ തിരിച്ചറിയാൻ കഴിയും. നാട്ടിലെ മോഷണമടക്കം, തട്ടിപ്പടക്കം, കൃത്രിമമടക്കം, അഴിമതിയടക്കം എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ഇന്ന് ചുരുളഴിയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെയും ചോദ്യം ചെയ്താൽ മതി എന്ന ഒരു അവസ്ഥാവിശേഷം ഈ സംസ്ഥാനത്ത് ഇന്ന് എത്തിച്ചേർന്നിരിക്കുക. രാജു എബ്രഹാം MLA, CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ, CPI ജില്ലാ സെക്രട്ടറി P പ്രസാദ്, ജെറി സോമൻ, KN പുരുഷോത്തമൻ, S ഹരിദാസ്, A പത്മകുമാർ, MS രാജേന്ദ്രൻ, PS മോഹൻ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചിൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938, 8547651210, 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197, 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724, 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. പൊതുമുതൽ നശീകരണം സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് പറഞ്ഞു. പൊതുമുതൽ സംരക്ഷണ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമുതൽ നശീകരണം
സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ടെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് പറഞ്ഞു. പൊതുമുതൽ സംരക്ഷണത്തിനായി കോടികളാണ് നികുതി പണത്തിൽ നിന്ന് വകമാറ്റി വയ്ക്കേണ്ടി വരുന്നത്. ഇത് ആവർത്തിച്ചുണ്ടാകുന്ന സ്ഥിതിയുണ്ടായാൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അകപ്പെടുമെന്നും ഡോണി തോമസ് വർഗീസ് പറഞ്ഞു. സമരങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ മറിവിൽ വൻതോതിൽ പൊതുമുതൽ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നശിപ്പിക്കപ്പെടുന്നു. നികുതിദായകൻ്റെ പണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് പൊതുമുതലുകളുടെ നശീകരണം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ടി പലപ്പോഴും വൻതോതിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്. പൊതുമുതൽ പുനർനിർമ്മിക്കാൻ വേണ്ടി വീണ്ടും നികുതി പണം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം യഥാർത്ഥമായിട്ട് ദോഷം വരുന്നത് നികുതിദായകരായ നമ്മുടെ പൊതുജനങ്ങൾക്ക്. റാന്നി ലീഗൽ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ച പൊതുമുതൽ സംരക്ഷണ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. പൊതുമുതൽ നശീകരണം കൊണ്ട് പൗരങ്ങൾ രാഷ്ട്രത്തിനുണ്ടാകുന്ന നഷ്ടം എന്ത് തന്നെയാണ്. ആ നഷ്ടം വീണ്ടും സഹിക്കേണ്ടി വരുന്നത് നമ്മുടെ നികുതിദായകരായ നമ്മൾ ഓരോരുത്തരുമാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ കൊടുക്കുന്ന നികുതി പണം തന്നെയാണ് നമ്മൾ തന്നെ നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളൊരു വലിയ സന്ദേശം പകർന്നു നൽകുക എന്നാണ്. റാന്നി കോടതി കവാടത്തിൽ വെച്ച് നടന്ന ദിനാചരണ ബോധവൽക്കരണ പരിപാടിക്ക് ശേഷം കോടതി ഗേറ്റിൽ പതിപ്പിച്ചിരുന്ന പോസ്റ്ററുകൾ നീക്കം ചെയ്തു. ആരുടെയെങ്കിലും അകക്കണ്ണ് തുറക്കാൻ ഇടയാകട്ടെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കോടതിയിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ ഈ പൊതു റോഡിൻ്റെ അരികിലായിട്ട് ഗതാഗത തടസ്സമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് പൊതുമുതൽ സംരക്ഷണ പ്രതിജ്ഞ മജിസ്ട്രേറ്റ് ചൊല്ലിക്കൊടുത്തു. പൊതുജനങ്ങളുടെ നന്മയ്ക്കായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും പൊതു നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടതുമായ ആസ്തികൾ നശിപ്പിക്കുന്നത് നല്ലതല്ല. നികുതിദായകരുടെ പണം കൊണ്ടാണ് പൊതുമുതൽ ഉണ്ടാക്കുന്നത്. നശിപ്പിക്കപ്പെട്ട ആസ്തികൾ പുനഃസൃഷ്ടിക്കുവാനും നന്നാക്കുവാനും ഭീമമായ തുകകൾ വേണമെന്നും വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട തുകകളാണ് അതുമൂലം വഴിമാറി ചെലവാക്കേണ്ടി വരുന്നതെന്നും അതുമൂലമുള്ള നഷ്ടം പൊതുജനങ്ങൾക്ക് തന്നെയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. ലീഗൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ അധ്യക്ഷത വഹിച്ചു. ഒരു ഭരിക്കുന്ന ഏജൻസിയോടോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം പലപ്പോഴും ശക്തമായി വരുമ്പോൾ ആ ജനങ്ങൾക്ക് പ്രതിഷേധിക്കുന്ന ഭാഗമായിട്ടാണ് പലപ്പോഴും പൊതുവെ നശിപ്പിച്ചു പോകുന്നത്. അത് തെറ്റാണെന്ന കാര്യം അറിയാം, പക്ഷേ പലപ്പോഴും അങ്ങനെ ചെയ്തു പോകുന്നത്. സെക്രട്ടറി അഡ്വക്കേറ്റ് ലളിതാമണി സ്വാഗതം പറഞ്ഞു. അങ്ങനെ സംഭവിക്കുമ്പോഴേ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ തന്നെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നതും രാജ്യത്തിൻ്റെ പുരോഗതിയാണ് നമ്മൾ തടസ്സം ചെയ്യുന്നത്. ഈ ഒരു ബോധവൽക്കരണം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതിലൂടെ ഈ രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും ക്ഷേമത്തിന് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും അത് നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലോട്ട് എത്തിക്കുന്നതിനും സാധ്യമാകും. അഡ്വക്കേറ്റ് സജികുമാർ, ലോപ്പസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ റാന്നി. രോഗചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയുടെ സഹായം തേടിയിരുന്ന ജനസമ്പർക്ക പരിപാടിക്ക് എത്തിയവർ നിരവധിയാണ്. സ്ട്രക്ചറിലും വീൽചെയറിലുമായി എത്തിയ നിരവധി പേരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ജനസമ്പർക്ക പരിപാടിക്ക് എത്തുന്ന മുഖ്യമന്ത്രിയെ തടയുമെന്ന് LDF ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാവിലെ 7 മണിക്ക് തന്നെ വേദിയായ സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തോട് ചേർന്ന ചർച്ച് ഓഫീസിലെത്തിയിരുന്നു. രാവിലെ 9-നാണ് ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമായത്. രാവിലെ 8-ന് തന്നെ സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയവും പരിസരവും പരാതിക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. രോഗികളും വികലാംഗരുമായവരെ ഹാളിൽ എത്തിക്കുന്ന ചുമതല NCC കേഡറ്റുകൾക്കായിരുന്നു. രോഗികളെ സ്ട്രെച്ചറിൽ ചുമന്ന് പരിചയമില്ലാത്ത കൊച്ചുകുട്ടികൾ രോഗികളുമായി വീഴുന്നതും കാണാമായിരുന്നു. വടശ്ശേരിക്കര പേഴുംപാറ വീട്ടിൽ ജോർജ് ആയിരുന്നു ആദ്യ പരാതിക്കാരൻ. 10 വർഷം മുൻപ് ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജോർജിന് 30,000 രൂപയും മുച്ചക്രവാഹനവും മുഖ്യമന്ത്രി അനുവദിച്ചു. ജോലിക്കിടയിൽ ലിഫ്റ്റിൽ കാൽ കുടുങ്ങി കാൽ നഷ്ടപ്പെട്ട അടൂർ പെരിങ്ങനാട് ഗ്രേസ് വില്ലയിൽ ചാക്കോ ജോർജിന് മുഖ്യമന്ത്രി മുച്ചക്രവാഹനവും BPL കാർഡും വികലാംഗ പെൻഷനും അനുവദിച്ചു. പിന്നീട് സ്ട്രക്ചറിലും വീൽചെയറിലുമായി എത്തിയ രോഗികളെ മുഖ്യമന്ത്രി അടുത്തെത്തിപ്പോയി കണ്ടാണ് ചികിത്സാ സഹായം അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്യ.
ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാമ്പൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961 553202 9495068656. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9605296660. വാർത്തകൾ തുടരുന്നു. 74 MLA-മാര് നിയമസഭാ സബ് കമ്മിറ്റിയും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും സർക്കാർ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്ന് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ VN ഗാഡ്ഗിൽ. ആറന്മുളയിലെത്തിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗാഡ്ഗിലിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമി നോക്കിക്കണ്ട അദ്ദേഹത്തിന് മുന്നിലേക്ക് ആശങ്കയുടെ നിഴലിൽ കഴിയുന്ന നാട്ടുകാർ പരാതികളുമായി എത്തി. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചാലും ഞങ്ങൾ മാറത്തില്ല. Okay, that's okay. And from different areas. When did they first arrive? 12 January. വിമാനത്താവള പദ്ധതി പ്രദേശങ്ങൾ നോക്കിക്കണ്ട അദ്ദേഹം മഴ കഴിയുന്നതോടെ ജലസമൃദ്ധി നഷ്ടപ്പെടുന്ന പമ്പാനദിയുടെ സ്ഥിതിയും നോക്കിക്കണ്ടു. ആറന്മുളയിലെ 232 ഏക്കർ ഭൂമി ഭൂരഹിതർക്കായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഡോക്ടർ ഗാഡ്ഗിൽ ആവശ്യപ്പെട്ടു. If there is decline in natural resources, it is local people who immediately see and feel that decline. If there is decline in their health, there is no real proper improvement in their employment. For example, that excess land should have legally given employment to some landless families. If that is not happened, it is local people who are aware. വിമാനത്താവളം കൊണ്ട് കുറെ പേർക്ക് പണം ലഭിക്കുമെന്നത് മാത്രമാണ് ലാഭം. കുറച്ചാളുകൾക്ക് ജോലി ലഭിക്കുമെന്ന സർക്കാർ നിലപാട് ശരിയല്ലെന്നും VN ഗാഡ്ഗിൽ പറഞ്ഞു. ഈ ഭൂമിയിൽ കൃഷി ചെയ്താൽ അടിസ്ഥാന വർഗത്തിന് ലഭിക്കുന്ന തൊഴിൽ സാധ്യതയേക്കാൾ വലുതല്ല അതെന്ന് ഡോക്ടർ ഗാഡ്ഗിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. റാന്നി ടൗണിൽ വൺവേ അനിവാര്യമാണെന്ന് കേരള കോൺഗ്രസ് റാന്നി നിയോജക മണ്ഡലം കമ്മിറ്റിയും. വൺവേ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുമെന്നും കേരള കോൺഗ്രസ് റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലിച്ചൻ ആറുന്നിൽ പറഞ്ഞു. റാന്നി ബ്ലോക്ക് പടിയും പെരുമ്പുഴയും മാമുക്കും പേട്ടയും ഇട്ടിയപ്പാറയും ചെത്തോങ്കരയും ചേർന്നതാണ് റാന്നി ടൗൺ. വീതി കുറഞ്ഞ റോഡുകളും തലങ്ങും വിലങ്ങും ഓടുന്ന വാഹനങ്ങളുമാണ് റാന്നി ടൗണിന്റെ മുഖമുദ്ര. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന നഗരത്തിൽ ദിനംപ്രതി അപകടങ്ങളും പതിവായിരിക്കുകയാണ്. ഇതിന് പരിഹാരമായാണ് റാന്നിയിൽ ശാസ്ത്രീയ ഗതാഗത പരിഷ്കരണം നടപ്പാക്കണമെന്ന ആവശ്യം ഉദിച്ചത്. ഇതിനായി പല യോഗങ്ങളും മീറ്റിംഗുകളും നടന്നെങ്കിലും വൺവേ മാത്രം യാഥാർത്ഥ്യമായില്ല. വൺവേ യാഥാർത്ഥ്യമാകാത്തതുമൂലം റാന്നിയിൽ വാഹന പാർക്കിങ്ങും തോന്നിയ പോലെയാണ്. പോലീസ് പാർക്കിംഗ് ഏരിയ പ്രത്യേകം തിരിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നോ പാർക്കിംഗ് ഏരിയയിൽ പോലും വാഹന പാർക്കിംഗ് ഇവിടെ നിത്യസംഭവമാണ്.
ഇതിനെല്ലാം പരിഹാരമായി റാന്നിയിൽ അടിയന്തരമായി വൺ വേ സ്ഥാപിക്കണമെന്ന് കേരള കോൺഗ്രസ് എം റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലിച്ചനാറുന്നിൽ ആവശ്യപ്പെട്ടു. ഗതാഗത കുരുക്കുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള റാന്നി നിവാസികളുടെ ആഗ്രഹം ഇതുവരെയും സാക്ഷാത്കരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പല വർഷങ്ങളായി റാന്നി തഹസിൽദാർ അടക്കമുള്ള MLA അടക്കമുള്ള മുഴുവൻ ബന്ധപ്പെട്ട ഭാരവാഹികളുടെയും യോഗം, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സംയുക്ത യോഗം നിരവധി തവണ ആലോചന നടത്തിയെങ്കിലും ഒന്നും ഫലപ്രാപ്തി എത്തിയില്ല. ഇത് കണ്ട് മടുത്ത ജനം, റാന്നിയിലെ രാഷ്ട്രീയക്കാരോട് പോലും വെറുപ്പ് തോന്നിയ ജനങ്ങളെ സ്നേഹം പിടിച്ചു പറ്റുന്നത് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞയിടയ്ക്ക് ഒരു ദിവസത്തെ ഉപവാസ സമരം റാന്നി താലൂക്ക് ഓഫീസ് പരിഗണന നടത്തിയത്. അതിൻ്റെ ഫലമായി ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങൾക്ക് അനുമോദനങ്ങൾ നൽകുവാൻ എത്തിച്ചേർന്ന ഇടത് വലത് BJP രാഷ്ട്രീയ കക്ഷികളോടും മറ്റ് സാമൂഹിക സംഘങ്ങളോടുള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുകയും, ഏതായാലും റാന്നി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് ഈ മാസം 15-ാം തീയതി മുതൽ വൺ വേ സമ്പ്രദായം നടപ്പാക്കുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തു വരികയും ചെയ്തു. അതിന് മുന്നോടിയായി 13-ാം തീയതി നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ നല്ല തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ അത് അട്ടിമറിക്കാനുള്ള ചില തീരുമാനങ്ങളും ഉണ്ട് എന്ന് ഒരു സംശയാസ്പദമായ ഒരു അറിവ് ഞങ്ങൾക്ക് ലഭിക്കുന്നു. അത് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യം. റാന്നിയിലെ ഗതാഗത കുരുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെരുമ്പഴ ചന്തയിൽ നിന്നും ഒരാൾ മത്സ്യം മേടിക്കാനായി ഇട്ടിപ്പാറ ചന്തയിൽ പോകാൻ തയ്യാറായാൽ മത്സ്യം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കറി വെക്കണമെങ്കിൽ വൈകിട്ട് 4 മണിയാകും. ആ സ്ഥിതിയാണ് ഇന്ന് റാന്നി ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യാത്രാക്ലേശത്തിന് പ്രധാന കാരണം. ശബരിമല മണ്ഡല മകരവിളക്ക് പ്രമാണിച്ച് ഇപ്പോൾ ഈ ഭക്തന്മാർ അനേകം വാഹനങ്ങളിൽ റാന്നി ടൗണിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവിടുത്തെ യാത്ര ഏറെ ദുരിതമാകും എന്ന് ഞാൻ പറയാതെ തന്നെ ഈ നാട്ടിലെ ഓരോ വ്യക്തികൾക്കും അറിവുള്ളതാണ്. അതിന് ഏതായാലും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. റാന്നിയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും സർക്കാരിൻ്റെ ആളുകളും ഈ 15-ാം തീയതി നടക്കുന്ന വൺ വേ സമ്പ്രദായം നടപ്പാക്കാൻ പോകുന്ന തീരുമാനത്തിന് പിന്തുണ നൽകുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി. നേരത്തെ 2 തവണ വൺ വേ ഏർപ്പെടുത്താനുള്ള ശ്രമം ചില കേന്ദ്രങ്ങൾ ചേർന്ന് അട്ടിമറിക്കുകയായിരുന്നെന്നും ആലിച്ചനാറുന്നിൽ ആരോപിച്ചു. നവംബർ 15 മുതൽ തൽക്കാലത്തേക്ക് റാന്നിയിൽ വൺ വേ ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ശബരിമല അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, റാന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളും സർക്കാരുമായുള്ള അകലം കുറയുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് പ്രകടനമായി എത്തിയ LDF നേതാക്കളെ പോലീസ് തടഞ്ഞു. പൊതുമുതൽ നശീകരണം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.